കൂട്ടുകാരികൾക്കിടയിൽ നിന്നും അനന്തുവിനെ പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നും ഉയർന്നു വരുമ്പോൾ അതെല്ലാം കേൾക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ അവനെ നോക്കി പുച്ഛത്തോടെ പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഭദ്ര അന്നാരം. ആ, നിങ്ങളുടെ ഈ സംശയം തികച്ചും ന്യായമാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് പുരാണങ്ങളെ മാത്രമാണ് മക്കളെ. ഇവിടുത്തെ കൈലാസത്തിൽ സാക്ഷാൽ അനന്തനാരായണൻ ആണെന്ന സത്യം നിങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊണ്ടേ മതിയാകൂ. പിന്നെ ഈ അനന്തനാരായണന്റെ കയ്യിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സുദർശന ചക്രമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പകരം നല്ല തുരുമ്പെടുത്ത സ്പാനറും സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിരിക്കും കാണുക. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണമെന്ന് സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ നട്ട് ലൂസായെന്നും പറഞ്ഞ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് തിരിക്കാൻ ശ്രമിച്ചാലോ അല്ലേടി? കളിയാക്കിക്കൊണ്ട് ഭദ്രാത് പറയവേ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കൂട്ടുകാരികളെല്ലാം കൂടി അനന്തുവിനെ നോക്കി ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ ഞരമ്പുകൾ ഓരോന്നും വലിഞ്ഞു മുറുകുകയായിരുന്നു അന്നേരം. അവളുടെ മുഖം നോക്കിയൊന്ന് പൊട്ടിക്കാനുള്ള ദേഷ്യവും ചങ്കുറപ്പുമെല്ലാം അവനുണ്ടായിരുന്നെങ്കിലും തൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് എല്ലാം കേട്ടു നിൽക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ നിശബ്ദത അവനെ വല്ലാതെ തളർത്തിക്കളയുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഈ സമയമെല്ലാം വേദയുടെ മനസ്സു നിറയെ ഭദ്രയോടുള്ള വെറുപ്പ് മാത്രമായിരുന്നു ആളിക്കത്തിയിരുന്നത്. അവർക്ക് മുൻപിൽ നിന്ന് എല്ലാം സഹിച്ചും സ്വയം നിയന്ത്രിച്ചും നിൽക്കുന്ന തൻ്റെ അനന്തേട്ടൻ്റെ ആ നിൽപ്പുകൂടി കണ്ടപ്പോൾ തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു പൊട്ടിത്തെറിയിലേക്ക് താൻ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവളുടെ ഉള്ളിൽ നിന്നാരോ മന്ത്രിച്ചു തുടങ്ങിയിരുന്നു. തൻ്റെ ജീവൻ്റെ പാതിയായവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നവരുടെ എല്ലാം നേരെ തറപ്പിച്ചൊരു നോട്ടം നോക്കി കണ്ട അവൾ ഒരു കാളിയെപ്പോലെ അവരുടെ അടുത്തേക്ക് രണ്ടും കൽപ്പിച്ച് നടന്നു ചെന്നു. നിർത്തടി നിന്റെയൊക്കെ അട്ടഹാസം. ഇങ്ങനെ ചിരിക്കാൻ മാത്രം എന്ത് തമാശയാണ് ഇവിടെ നടന്നത്? ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ പരിഹസിച്ച് തള്ളുന്നത്? ആണെങ്കിൽ അതൊക്കെ നിങ്ങളെ വളർത്തി വലുതാക്കിയവരുടെ സംസ്കാരമാണെന്നേ ഞാൻ പറയൂ. കാരണം AC റൂമിനകത്തെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നവരെ മാത്രമേ നിങ്ങളൊക്കെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളവരോട് മാത്രമേ നിങ്ങൾക്ക് ബഹുമാനം തോന്നുന്നുള്ളൂ എങ്കിൽ സത്യത്തിൽ നിങ്ങളൊന്നും ഇവിടെ ജനിക്കേണ്ടവരേ അല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. ദേഹം വിയർക്കുന്നവനെയും പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഓടുന്നവനെയൊക്കെ പുച്ഛത്തോടെ കാണാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതെല്ലാം വേസ്റ്റായി പോയെന്നേ ഞാൻ ഉറപ്പിച്ചു പറയും. മറ്റുള്ളവരുടെ വേദനകളിൽ കുത്തി നോപ്പിച്ച് രസം കാണുന്നതാണ് നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ സംസ്കാരമെങ്കിൽ നിങ്ങളുടെ ഈ ഡിഗ്രി കൊണ്ടൊന്നും നിങ്ങൾ എവിടെ പോയാലും ഇനി രക്ഷപ്പെടാനും പോകുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലൊന്നും മനുഷ്യത്വം എന്നത് തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ലെന്ന കാര്യം നിങ്ങൾ തന്നെ ഇപ്പോൾ തെളിയിച്ചു തന്നു. അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാനൊന്നും നിൽക്കണ്ട. ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവാ, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യൻ. അദ്ദേഹത്തെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാ. ഒരുപക്ഷെ അദ്ദേഹം കരി പുരണ്ടോ ചുമടെടുത്തോ ആണ് ജീവിക്കുന്നതെങ്കിൽ കൂടി എനിക്കതിലൊരു മാനക്കേടും തോന്നിയില്ല. മറിച്ച് അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യയാണ് ഞാനെന്ന സത്യം എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടമാണ് ഞാൻ കാണിക്കുക. അതുകൊണ്ട് ഇനിയും എൻ്റെ അനന്തേട്ടനെ കളിയാക്കാനായി ആ നാവ് അവിടെ നിന്ന് ഉയർന്നു പൊന്തിയാലുണ്ടല്ലോ, ഈ വേദയുടെ സ്വഭാവം എന്തെന്ന് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും. കേട്ടല്ലോ? ഭദ്രയുടെ നേരെ വിരൽ ചൂണ്ടി കണ്ണു തുറപ്പിച്ചുകൊണ്ട് വേദയെ അത് പറയവേ ആനന്ദ് ഒരു നിമിഷം ആശ്ചര്യത്തോടെ അവളെ തന്നെ നോക്കി നിന്ന് പോവുകയായിരുന്നു. ഇത്രയും തൻ്റെ ചിറകിനടിയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചിരുന്ന ആ പാവം വേദ തന്നെയാണോ ഇതെന്നവൻ സംശയത്തോടെ നോക്കിപ്പോവുകയായിരുന്നു അന്നേരം. ഈ സമയം വേദയുടെ വാക്കുകൾ കൂരമ്പുകൾ വന്നു തറച്ചതുപോലെ നിൽക്കുന്ന ഭദ്രയും കൂട്ടുകാരികളുമെല്ലാം പിന്നീട് ഒന്നും പറയാനായി ശ്രമിച്ചതുമില്ല. പകരം ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അനന്തുവിനെയും വേദയും രൂക്ഷമായൊരു നോട്ടം നോക്കിയ ശേഷം ഭദ്ര വീണ്ടും ബസ്സിനകത്തേക്ക് തന്നെ കയറിയിരിക്കുകയായിരുന്നു. അതിനൊപ്പം നിറ കണ്ണുകളോടെ വേദ പെട്ടെന്ന് അനന്തുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതും ആ നോട്ടത്തിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ അവൻ താനെ ഉരുകി പോവുകയായിരുന്നു. ഒരു വാക്കുപോലും സംസാരിക്കാതെ അവൾ ബസ്സിനകത്തേക്ക് തന്നെ കയറിപ്പോകുന്നത് കൂടി കണ്ടതോടെ അവളെ ഒന്ന് തിരിച്ചു വിളിക്കാനുള്ള ധൈര്യവും അവൻ്റെ നാവുകൾക്ക് ഇല്ലാതായതുപോലെ പെട്ടെന്ന് അവന് തോന്നിപ്പോയി. അന്ന് വൈകുന്നേരം കോളേജിൽ നിന്നും വേദയെ അവൻ കൂട്ടിക്കൊണ്ടുവന്നത് മുതൽ അവൾ ഒന്നും തന്നെ അവനോട് സംസാരിച്ചതേയില്ല. അവന് മുഖം കൊടുക്കാതെ അവൾ പരിഭവത്തോടെ അവനിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ
ആനന്ദുവിനെയും ആ പെരുമാറ്റം വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. തൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവളൊരു മൂളലിൽ മാത്രം മറുപടി ഒതുക്കി പിടിച്ചുകൊണ്ട് തന്നിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ആനന്ദുവിൻ്റെയും മനസ്സിലും ചില വീർപ്പുമുട്ടലുകൾ അനുഭവപ്പെടുകയായിരുന്നു. ആ അകൽച്ചയുടെ ബാക്കിയായി പിന്നീട് അവരുടെ കിടപ്പുമുറിയിലും ചില അസ്വാരസ്യങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ അവൻ്റെ മനസ്സ് ശരിക്കും തളർന്നു പോകുന്നത് പോലെയായി തീർന്നു. കട്ടിലിൻ്റെ ഇരുവശങ്ങളിലായി മൗനം പാലിച്ചുകൊണ്ടുള്ള കിടപ്പ് പോലും അവൻ്റെ സമനില തെറ്റിക്കുന്നത് പോലെ അവന് തോന്നി തുടങ്ങിയതിന് പുറമെ മുഖം തിരിഞ്ഞുകൊണ്ടുള്ള അവളുടെ ആ കിടപ്പ് കൂടി അവനെ ആകെ മൊത്തത്തിൽ ചൊടിപ്പിക്കുകയായിരുന്നു. പിന്നെ കൂടുതലൊന്നും അവൻ ചിന്തിച്ചില്ല. വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് അഭിമുഖമായി നിലത്ത് മുട്ടുകുത്തിയിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിശബ്ദമായൊരു തേങ്ങലോടെ അവൾ അന്നേരം കണ്ണീരണിയുന്നത് വേദനയോടെ അവനും തിരിച്ചറിഞ്ഞത്. വേദ, അതിഞ്ഞ സ്വരത്തിലുള്ള അവൻ്റെ വിളി കേട്ടപ്പോഴേക്കും കണ്ണു തുറന്നുകൊണ്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു. അവനിൽ നിന്നും മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകൾ അവൾ വേഗത്തിൽ അമർത്തിയൊന്ന് തുടച്ചു. അനന്തേട്ടൻ ഇതുവരെ കിടന്നില്ലേ? അവൾ അത് ചോദിക്കവേ അനന്ത് വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. കലങ്ങിയ കണ്ണുകളും കണ്ണീരണിഞ്ഞ അവളുടെ ചുവന്ന കവിളും കണ്ട നിമിഷം അവൻ്റെ ഉള്ളാകെയൊന്ന് പിടഞ്ഞു പോയി. താനൊരക്ഷരം പോലും എന്നോട് സംസാരിക്കാതെ ഇങ്ങനെ മുഖം തിരിഞ്ഞു കിടന്ന ഞാൻ എങ്ങനെയാ വേദ കിടന്നുറങ്ങുക? തനിക്കും ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ലെന്ന് തൻ്റെ കണ്ണുകൾ എന്നോട് വിളിച്ചു പറയുന്നുണ്ട്. നമുക്കിടയിൽ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും സാധാരണ പതിവില്ലാത്തതല്ലേ? ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാടോ തന്നോട് ചെയ്തത്? എൻ്റെ ജോലിക്കാര്യം തന്നോട് മറച്ചു വെച്ചതാണ് തൻ്റെ ഈ പിണക്കത്തിന് കാരണമെങ്കിൽ അതിന് 1000 വട്ടം സോറി പറയാം ഞാൻ. സോറിയോ? എന്തിന്? സോറി പറയാൻ മാത്രം തെറ്റൊന്നും അനന്തേട്ടൻ ചെയ്തിട്ടില്ലല്ലോ. ഓവോ, അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ താൻ എന്നോട് ഇങ്ങനെ മുഖം തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് വന്നു കയറിയത് മുതൽ താൻ ഒരു വാക്ക് എന്നോട് മിണ്ടിയിട്ടില്ല. ഇങ്ങനെ മനസ്സിനകത്ത് എല്ലാ വിഷമങ്ങളും കയറ്റിപ്പിടിച്ച് നടക്കുന്നതിൽ ഭേദം എല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്. എങ്കിൽ പിന്നെ ഈ വീർപ്പുമുട്ടലെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാമല്ലോ. അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു മറുപടിയും നൽകാതെ വേദ വീണ്ടും മുഖം താഴ്ത്തി പിടിച്ചിരിക്കുന്നത് കണ്ടതോടെ പിന്നെയൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന മട്ടിൽ അവനൊരു നെടുവേർപ്പിട്ടുകൊണ്ട് വേഗം അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വേദ പെട്ടെന്ന് അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു നിർത്തുകയായിരുന്നു. എനിക്ക് അനന്തേട്ടനോട് പിണക്കൊന്നുമില്ല. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് മറ്റൊന്നാണ്. ഇതുവരെ നമുക്കിടയിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കില്ലെന്ന് പറഞ്ഞ അനന്തേട്ടൻ തന്നെ ഇത്രയും വലിയൊരു സത്യം എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ? അനന്തേട്ടൻ ഒരു മെക്കാനിക്കായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നറിഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ വെറുത്തു പോകുമെന്ന് കരുതിയോ എൻ്റെ അനന്തേട്ടൻ? അതോ എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊരു ജോലി ചെയ്യുന്നത് എനിക്കൊരു കുറച്ചിലാകുമോ എന്ന് തോന്നിപ്പോയോ എൻ്റെ അനന്തേട്ടന്? ഹേയ്, എന്താ ഇത് വേദ? താനിതെന്തൊക്കെയാ ഈ പറയുന്നത്? സത്യത്തിൽ ഞാൻ അങ്ങനെ കരുതിയിട്ടൊന്നുമല്ല തന്നോട് ഈ കാര്യം മറച്ചു വെച്ചത്. എനിക്ക് ജോലി കിട്ടിയ ദിവസം തന്നെ തന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയണമെന്ന് കരുതിയിരുന്നതായിരുന്നു ഞാൻ. എന്നാൽ കൈലാസ് ടെക്സ്റ്റൈൽസിലെ AC റൂമിൽ നിന്നും മറ്റുള്ളവരുടെ കീഴിലേക്ക് അനന്തേട്ടന് ജോലി ചെയ്യേണ്ടി വന്ന് താൻ കാരണമാണല്ലോ എന്ന തൻ്റെ ചോദ്യത്തിന് മുൻപിൽ എനിക്കൊരു മെക്കാനിക്കായിട്ടാണ് ജോലി കിട്ടിയതെന്ന് അറിയിക്കാൻ ആ സമയത്തെന്തോ എനിക്ക് മനസ്സ് വന്നില്ല. മറച്ചു വെക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടും തൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ അന്നേരം ഒന്നും പറയാതിരുന്നത്. പതുക്കെ എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും കരുതി. അതിനിടയിൽ പ്രതീക്ഷിക്കാതെ മറ്റു ചില തിരക്കുകളിൽ പെട്ടപ്പോൾ പറയാൻ കരുതിയത് അങ്ങ് നീണ്ടു പോവുകയും ചെയ്തു. പിന്നെ +2 വരെ പഠിച്ച എനിക്ക് വലിയ ഓഫീസുകളിലേക്കൊന്നും കയറി ചെല്ലാനുള്ള യോഗ്യതയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു ജോലിക്ക് വേണ്ടത് ക്വാളിഫിക്കേഷൻ അല്ല വേദ. അവിടെ ഞാൻ കൈലാസ് ടെക്സ്റ്റൈൽസിൻ്റെ ഇളയ അനന്തരാവകാശിയാണെന്ന് പറഞ്ഞാൽ ഒന്നും ആരും എനിക്ക് ജോലി നീട്ടി തരില്ല പെണ്ണേ. അതുകൊണ്ട് ആ സത്യം കൂടി താനൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ. അവളെ നോക്കി അവനത് പറയവേ പെട്ടെന്ന് അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു പോയി. പിന്നീട് അവനോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും തന്നെ അവൾക്കും തോന്നിയിരുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് അന്നേരം നോക്കാൻ പോലും കഴിയാതെ അവൾ കുറുക്കിയ കണ്ണുകളോടെ സങ്കടമെല്ലാം കടിച്ചമർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അനന്ത് ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. തൻ്റെ മുഖം നോക്കാൻ കഴിയാതിരിക്കുന്നവളുടെ മുഖത്തേക്ക് അവനൊന്ന് കുനിഞ്ഞു നോക്കി കണ്ണിറുക്കി കാണിച്ചതും പെട്ടെന്ന് അവളുടെ കവിൾത്തടം കണ്ണീരുകൊണ്ട് മൂടിക്കഴിഞ്ഞിരുന്നു. ഇനിയും തനിക്ക് എന്നോടുള്ള പരിഭവം മാറിയില്ലേ പെണ്ണേ? അവനത് ചോദിച്ചു തീരുന്നതിന് മുമ്പേ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി.
ഭദ്രേച്ചി ഏട്ടനെക്കുറിച്ച് അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് സഹിക്കാനായില്ല അനന്തേട്ടാ. എൻ്റെ അനന്തേട്ടനെ ആരും കുറ്റപ്പെടുത്തുന്നതും അപമാനിക്കുന്നതൊന്നും എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല. അതിനു പുറമെ അനന്തേട്ടൻ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന വേദന കൂടിയായപ്പോൾ എൻ്റെ മനസ്സാകെ കൈവിട്ടതുപോലെ തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്കാൻ അനന്തേട്ടാ. ഞാൻ കാരണം ഈ മനസ്സ് കുറച്ചു നേരത്തേക്കെങ്കിലും വേദനിച്ചു പോയെന്ന് എനിക്കറിയാം. അതിന് അതിന് ഞാൻ മാപ്പ് ചോദിക്കുക. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ അനന്തേട്ടനെ സങ്കടപ്പെടുത്തില്ല. ഈശ്വരനാണ് സത്യം. പെയ്തൊഴിഞ്ഞു തീരുന്നതുപോലെ അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ ഓരോന്നും അവനോട് പറഞ്ഞു തീർക്കുമ്പോൾ അനന്തു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുടിയിൽ പതിയെ തലോടി അവളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. സാരല്ലേടോ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അതേക്കുറിച്ച് ഓർത്ത് എൻ്റെ പെണ്ണിങ്ങനെ വിഷമിക്കുന്നത് എനിക്കും കണ്ടു നിൽക്കാനാവില്ല. എന്നാലും താനൊരു പൂച്ചക്കുട്ടിയൊന്നുമല്ല എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴാ ചില വിശ്വാസങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 കിടുക്കൻ ഡയലോഗ് വെച്ചു കാച്ചിയല്ലേ താൻ ആ ഭദ്രയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ വായ ഒരൊറ്റ നിമിഷം കൊണ്ട് അടപ്പിച്ചു കളഞ്ഞത്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് പ്രതികരിക്കാനും കാളീദേവി ആകാനൊക്കെ അറിയാം അല്ലേടോ പൂച്ചക്കുട്ടിയെ. അവളെ തലോടിക്കൊണ്ട് അവനത് പറയവേ വേദ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു നാണത്തോടെ അവൻ്റെ കഴുത്തിൽ ഒന്നുകൂടി മുറുക്കി ചുറ്റിപ്പിടിച്ചു. അത് തിരിച്ചറിഞ്ഞതുപോലെ സ്നേഹത്തോടെ അവൻ അന്നേരം അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അവളെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചിരുന്നു. അവളുടെ സിന്ദൂരരേഖയിൽ ഒരു നനുത്ത ചുംബനം നൽകിയതിൻ്റെ ചൂടിൽ അവനൊന്ന് പുഞ്ചിരിച്ചതും വേദ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്ന് കിടക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് എപ്പോഴോ അവർ പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും സ്നേഹത്തിലേക്ക് അറിയാതെ ആഴ്ന്നിറങ്ങുമ്പോൾ അവർക്കിടയിലെ ഇണക്കത്തിന് അന്നേരം ഒന്നുകൂടി മാധുര്യം കൂടി വരികയായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു വീട്ടിലേക്ക് പോകുന്നത് വഴി അച്ചു കാർ വർക്ക്ഷോപ്പിലേക്ക് കയറ്റിയത്. പെട്ടെന്ന് നോക്കിത്തരണം, പോയിട്ട് ധൃതിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വർക്ക്ഷോപ്പിൻ്റെ ഓണറായ മാധവൻ അനന്തുവിൻ്റെ അടുത്തേക്ക് ചെന്നത്. എടാ അനന്തു, ദേ ഇപ്പോൾ അവിടെ ഒരു കാറ് വന്ന് നിർത്തിയിട്ടുണ്ട്. കണ്ടിട്ട് ഒട്ടും ക്ഷമയില്ലാത്തവരാണെന്നാ തോന്നുന്നത്. നീ വേഗം ചെന്ന് അതൊന്ന് നോക്കിയിട്ട് വാ. ആ, അതെങ്ങനെയാ മാധവേട്ടാ ശരിയാവുക? 1/2 മണിക്കൂറിനുള്ളിൽ ഈ കാറ് സർവീസ് ചെയ്ത് ആ വർമ്മ സാറിൻ്റെ വീട്ടിലെത്തിക്കണമെന്നല്ലേ മാധവേട്ടൻ ഒരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞിട്ട് പോയത്? ഇത്ര പെട്ടെന്ന് ഇതിനിടയ്ക്ക് അത് മറന്നുപോയോ? അതല്ലടാ, വർമ്മ സാർ എൻ്റെ സ്ഥിര ആളായതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ വന്നവർ പുതിയ കക്ഷികളാണ്. അതുകൊണ്ട് നീ അവരെ കാത്തു നിർത്തി വെറുപ്പിക്കണ്ട. ഒന്ന് ബ്രേക്ക് ചെക്ക് ചെയ്യല്ലേ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് നീ അവരെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വാ. അതുവരെ ഞാൻ ഇത് നോക്കിക്കോളാം. ശരി ശരി. നെറ്റിച്ചു വിളിച്ചുകൊണ്ട് അവൻ മാധവേട്ടനെ നോക്കി ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടു. പിന്നെ വന്നവരുടെ അടുത്തേക്ക് ചെന്നു. കയ്യിൽ സ്പാനറും കറക്കി പിടിച്ചുകൊണ്ട് അവൻ അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്നപ്പോഴാണ് പെട്ടെന്ന് അച്ചുവിൻ്റെയും അനന്തുവിൻ്റെയും കണ്ണുകൾ തമ്മിൽ കൂട്ടിയുടക്കിയത്. ആ നോട്ടത്തിൽ ഒന്നും സംസാരിക്കാൻ കഴിയാതെ അവൻ ആ നിൽപ്പ് തുടർന്നപ്പോൾ ഓയിലും കരിയുമെല്ലാം ദേഹത്തും വസ്ത്രത്തിലും പറ്റിപ്പിടിച്ചു നിൽക്കുന്ന തൻ്റെ അനിയനെ കണ്ട ഞെട്ടലും വിഷമവുമായിരുന്നു അച്ചുവിൻ്റെ മുഖത്ത് അന്നേരം ഉണ്ടായിരുന്നത്. ഇതേ സമയം വണ്ടിക്കകത്തിരുന്ന തൻ്റെ അച്ഛനെ കൂടി കണ്ടതിൻ്റെ ഷോക്കിലാണ് എങ്ങനെ അവിടേക്ക് ചെല്ലുമെന്നറിയാതെ അനന്തവും നിശ്ചലനായി പോയത്. എങ്കിലും തനിക്ക് അവിടേക്ക് ചെല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന മട്ടിൽ അനന്തു ആരെയും വകവയ്ക്കാതെ കാറിനടുത്തേക്ക് നടന്നു ചെന്നു. കാറിൻ്റെ ബോണറ്റ് തുറന്ന് പൊക്കി പിടിച്ചുകൊണ്ട് അവൻ എന്തു പറ്റിയെന്ന് അച്ചുവിനോട് മുഖം നോക്കാതെ ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് ഡോറ് തുറന്നുകൊണ്ട് വിശ്വംഭരം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഈ വണ്ടിക്ക് അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. എങ്കിലും വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വേഗം നോക്കിത്തരണം. ബ്രേക്കില്ലാതെ പോകുന്നവരുടെ ഒന്നും ജീവിതം ഒരിക്കലും എവിടെയും എത്തിയ ചരിത്രമില്ലല്ലോ. അതുകൊണ്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വേഗം ഒന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് കിട്ടിയ അത്രയും നല്ലത്. അനന്തുവിനെ നോക്കി ഒരു പരിഹാസ ചുവയോടെ വിശ്വംഭരൻ അത് പറയുമ്പോൾ അച്ചു പതിഞ്ഞ സ്വരത്തിൽ അച്ഛനെ ഒന്ന് സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, അവൻ പെട്ടെന്ന് തന്നെ നോക്കിക്കോളും. അച്ഛൻ ചെന്ന് കാറിനകത്തിരുന്നോളൂ. ആ, ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം. എന്നാ ഇപ്പോൾ ഇവിടേക്ക് വന്നതുകൊണ്ടാണല്ലോ ദൈവം എനിക്ക് ഇങ്ങനൊരു കാഴ്ച കാണിച്ചു തന്നത്. നമ്മുടെ ഭദ്രമോളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കേണ്ടതിന് പകരം ഒരു അനാഥ പെണ്ണിനെയും കെട്ടി ജീവിതം കരിയിലും ഓയിലും നരകിച്ച് തീർക്കാൻ വേണ്ടിയാണല്ലോ ഇവൻ ആ പടി ഇറങ്ങി പോകുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ ഇവന്.
അന്ന് എന്നെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കഷ്ടപ്പാടൊന്നും ഇവന് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ അച്ചു. എൻ്റെ വാക്ക് ധിക്കരിച്ചതിനുള്ള ശിക്ഷയാണിത്. നീ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ അനന്തു. എൻ്റെ ഭദ്രമോളുടെ കണ്ണുനീരിന് നീയും നിന്റെ ആ അനാഥ പെണ്ണും കണക്ക് പറയേണ്ടി വരുന്നത് ഈ അച്ഛൻ കണ്ണ് തുറന്നു പിടിച്ചു തന്നെ കാണും. നോക്കിക്കോ നീ. ശാപവാക്കുകൾ കൊണ്ട് സ്വന്തം കൂടപ്പിറപ്പിനെ മൂടാൻ ശ്രമിക്കുന്ന തൻ്റെ അച്ഛനെ കണ്ട് സഹിക്ക വയ്യാണ്ടായപ്പോൾ പെട്ടെന്ന് അച്ചു വിശ്വംഭരന് നേരെ ശബ്ദിച്ചു പോവുകയായിരുന്നു. അച്ഛാ, എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? ആരെങ്കിലുമൊക്കെ കേട്ടാൽ എന്താ കരുതുക? എന്ത് കരുതാൻ? സ്വന്തം അച്ഛനെയും അച്ഛൻ്റെ വാക്കും ധിക്കരിച്ച് ഇറങ്ങിപ്പോയ മക്കളൊക്കെ ഗുണം പിടിക്കാതെ തിരിച്ച് കയറി വന്ന ചരിത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഈ നിൽക്കുന്ന ഇവൻ്റെ ഗതിയും അത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നീ വേണേ നോക്കിക്കോ അച്ചു. അച്ചുവിൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അയാൾ അത് പറയുമ്പോഴും ആ കണ്ണുകൾ അനന്തുവിനെ തന്നെയായിരുന്നു ലക്ഷ്യം വെച്ച് നോക്കിയിരുന്നത്. ഒടുവിൽ എല്ലാം കേട്ട് തീർന്ന അവസ്ഥയിലും വേദന കടിച്ചമർത്തി നിർത്തിക്കൊണ്ടവൻ കയ്യിലെ സ്പാനർ മുറുക്കി പിടിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ നേർക്ക് കലങ്ങിയ കണ്ണുകളോടെ ഒന്ന് തറപ്പിച്ചു നോക്കിയത്. ആ നോട്ടത്തിൽ വിശ്വംഭരൻ ഒരു നിമിഷം നിശബ്ദനായി പോവുകയായിരുന്നു. ഈ നാവിൽ നിന്നും നല്ല വാക്കുകളൊന്നും ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല, ഇനി പ്രതീക്ഷിക്കുന്നുമില്ല. പട്ടിണി കിടക്കേണ്ടി വന്നാലും ഈ അനന്തു ഒരിക്കലും കൈലാസത്തിൻ്റെ പടി ചവിട്ടി അവിടേക്ക് സഹായം ചോദിച്ചു വരില്ല. പിന്നെ ഭദ്രയെ വിവാഹം കഴിക്കാതെ പോയതാണ് ഞാൻ ചെയ്ത തെറ്റായി അച്ഛൻ കണക്കാക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരുന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ അച്ഛൻ വൈകാതെ മനസ്സിലാക്കിക്കോളും. അതുമാത്രമേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ. അവൻ അതും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ബോണറ്റ് താഴ്ത്തിയിട്ടു. എന്നിട്ട് അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ബ്രേക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവനത് പറഞ്ഞ ശേഷം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അച്ചു വീണ്ടും അവനൊന്ന് വിളിച്ചത്. അനന്തു, ഇതിൻ്റെ കാശ്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മെനു ലിസ്റ്റിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാകും. കാശ് അതിലിട്ടാൽ മതി. ഇവിടുത്തെ ഓണറായ മാധവേട്ടൻ്റെ പതിവ് അതാണ്. തിരിഞ്ഞു നോക്കാതെ നടന്നുകൊണ്ടതും പറഞ്ഞ് പോകുന്ന തൻ്റെ അനിയനെ നോക്കി അച്ചു അന്നേരം ഒരു നെടുവീർപ്പിടുകയായിരുന്നു. അതിനുശേഷം ബില്ല് പേ ചെയ്ത് അച്ചു കാറുമായി ആ വർക്ക്ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അനന്തുവിനെ കുറിച്ച് ഓർത്ത് അവൻ്റെ ഉള്ളൊന്ന് അറിയാതെ പിടഞ്ഞു പോയിരുന്നു. ഈ സമയം എല്ലാം കേട്ടുകൊണ്ട് ഓണറായ മാധവേട്ടൻ്റെ മനസ്സും ആകെയൊന്ന് വല്ലാണ്ടായിപ്പോയിരുന്നു. തൻ്റെ കീഴിൽ പണിയെടുക്കാൻ വന്നവൻ്റെ യോഗ്യതയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലും നേരിയൊരു വിഷമം അനുഭവപ്പെടുകയായിരുന്നു അന്നേരം. എങ്കിലും അവളോട് ഒരു വഴക്കിന് നിൽക്കേണ്ടെന്ന് കരുതി രേണുക ഒന്നും കണ്ടില്ലെന്ന ഭാവത്തിൽ വീണ്ടും തൻ്റെ പണിയിലേക്ക് തന്നെ തിരിഞ്ഞു. കേട്ടോ അമ്മായി, ഇവിടുത്തെ ഇളയ പുത്രൻ്റെ പുതിയ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? അവളുടെ ആ ചോദ്യത്തിൽ രേണുകയും മൃദുവും പരസ്പരം മുഖത്തേക്ക് നോക്കി. സംശയിക്കേണ്ട അമ്മായി, ഞാൻ പറയാൻ പോകുന്ന കാര്യം സത്യം തന്നെയാ. അനന്തുവേട്ടൻ്റെ ഇപ്പോഴത്തെ ജോലി വർക്ക്ഷോപ്പിലെ വെറും കൂലിപ്പണിയാ. കരിയും ഓയിലും എല്ലാം പെഞ്ഞ് ആ വെളുത്ത മുഖം ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്കൊന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഓരോരോ വിധിയെ തലയിലെടുത്ത് നമുക്കൊരിക്കലും മാറ്റാനാവില്ലല്ലോ, അല്ലേ അമ്മായി? അവളൊരു പുച്ഛത്തോടെ അത് പറയവേ കേട്ടുനിന്ന രേണുകയുടെ മനസ്സിനത് തീരെ സഹിക്കാനായിരുന്നില്ല. അവൻ എങ്ങനെയും ജീവിച്ചോട്ടെ ഭദ്രേ. അനന്തു അവൻ്റെ സ്വന്തം ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അത്. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവൻ സ്വയം നേരിട്ടോളും. എന്തായാലും സഹായം ചോദിച്ചൊന്നും എൻ്റെ മോൻ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരില്ല. ആ അതത്രേ ഉള്ളൂ. അവൻ ഒരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ല. ബന്ധവും സ്വന്തവും എല്ലാം മറുത്തു മുറിച്ച് ഇറങ്ങിപ്പോയവരുടെയൊക്കെ സ്ഥാനം ആ പടിക്ക് പുറത്ത് തന്നെയായിരിക്കും എന്നും. ഈ വിശ്വംഭരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. പെട്ടെന്ന് അവർക്കിടയിലേക്ക് കയറി വന്നുകൊണ്ട് അയാളത് പറയവേ ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ ഭദ്ര ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു അന്നേരം. ഞാനും കണ്ടിരുന്നു അവൻ്റെ ഇപ്പോഴത്തെ രൂപത്തെ. എന്തായാലും നല്ല കേമായിട്ടുണ്ട്. നമ്മുടെ മോന് നല്ലൊരു നിലയിൽ തന്നെയാണ് രേണു ജീവിക്കുന്നത്. അതായത് എൻ്റെ വാക്ക് ധിക്കരിച്ചതിൻ്റെ ശിക്ഷ ദൈവങ്ങൾ അവന് കൊടുത്തു തുടങ്ങി എന്നർത്ഥം. ഒരു പരിഹാസ ചിരിയോടെ തൻ്റെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അയാൾ അതും പറഞ്ഞ് അവിടെ നിന്നും പോയപ്പോൾ ഒരമ്മയുടെ ഉള്ളിൽ പിടഞ്ഞു പോകുന്നത് അച്ഛനായ അയാൾ അന്നേരം തിരിച്ചറിഞ്ഞതേയില്ല.